നമസ്കാരം, ഞാൻ രജിലാൽ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിരിക്കുന്ന റിഫ്ലക്ഷൻസ് ഓഫ് ലൈറ്റ് എന്നാണ്. അതിൻ്റെ 4ാമത്തെ വീഡിയോ അത്. നമ്മൾ എടുക്കുന്നത് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ മിറർ ഫോർമുലയെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ആ മിറർ ഫോർമുലയിൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പം അതിൻ്റെ സൈനുകൾ എങ്ങനെയായിരിക്കും നമ്മൾ എടുക്കേണ്ടത് എന്നാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പം എങ്ങനെയാണ് നമുക്കുണ്ടാകുക? എക്സ് ആക്സിസ് ഉണ്ടാവും, എക്സ് ആക്സിസ് അല്ലേ, എക്സ് ആക്സിസ് ഉണ്ടാവും. അതേപോലെ വൈ ആക്സിസ് ഉണ്ടാവും അല്ലേ, എക്സും വൈയും. അത് നമ്പർ സിസ്റ്റത്തിൽ എങ്ങനെയായിരിക്കും ഉണ്ടാകുക? മുകളിലോട്ട് പോകുന്നത് എങ്ങനെ ഉണ്ടാകും? അപ്പം ലെഫ്റ്റ് സൈഡിൽ വരുമ്പം ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഇവിടെ 0 ആയിരിക്കും, ഒറിജിൻ എന്ന് പറയും അല്ലേ. ഒറിജിനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നതൊക്കെ നെഗറ്റീവ് ആയിരിക്കും ആണല്ലോ. റൈറ്റ് സൈഡിലേക്ക് പോകുന്നതനുസരിച്ച് പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയല്ലേ? അതായത് -5 മുതലാണ് തുടങ്ങുന്നത് വിചാരിക്കുക. -5, -4, -3, -2, -1, 0, +1, +2, +3 അങ്ങനെയല്ല പോവുക. +4, +5 അങ്ങനെയല്ല പോവുക. അപ്പം അത് അങ്ങനെയാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നെഗറ്റീവും റൈറ്റ് സൈഡിലേക്ക് പോകുമ്പം പോസിറ്റീവാണ് ഉണ്ടാകുക അല്ലേ. അതേപോലെ ഒരു ഇതിൽ മുകളിലോട്ട് പോവുകയാണെങ്കിൽ സംഖ്യാശ്രേണിയിൽ മുകളിലോട്ട് പോകുമ്പോൾ എന്താണ്? പോസിറ്റീവും. താഴോട്ട് പോകുമ്പോൾ എന്താണ്? നെഗറ്റീവും ഉണ്ടാകും. നമ്പർ സിസ്റ്റത്തിൽ അങ്ങനെയാണല്ലോ ഉള്ളത് അല്ലേ. അപ്പോൾ അതേ പ്രോസസ്സ് നമുക്കിവിടെ ഫോളോ ചെയ്താൽ നമുക്ക് സൈൻ കൺവെൻഷനും ഈസി ആകും. ഇവിടെ ഒറ്റ വ്യത്യാസമുള്ളൂ. നേരത്തെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എപ്പോഴും ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് O ആയിട്ടായിരിക്കുന്നത്, 0, 0 എന്ന് പറയുന്ന പോയിന്റ് അല്ലേ. കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ 0, 0 എന്ന് പറഞ്ഞ പോയിന്റ് ഒറിജിൻ O ആയിരുന്നു. എന്നാൽ ഇതിൽ നമ്മൾ എടുക്കുന്നത് പോളാണ്. എവിടെയാണ് പോൾ? അവിടെ. അതെവിടെയാണ് ഉണ്ടാകുക? പോൾ എവിടെയാണ് ഉണ്ടാകുന്നത്? ഇവിടെ ഈ പോയിന്റിലാണുള്ളത്. നമ്മൾ കണ്ടതാണ് മീറ്റ് ചെയ്യുന്ന ടാൻജൻഷ്യൽ പോയിന്റ്. അപ്പം നമ്മൾ പോളിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം മെഷർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഈ ആക്സിസിൻ്റെ അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത് എല്ലാ റേസും നെഗറ്റീവ്. പോളിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മെഷർ ചെയ്യുന്നതെല്ലാം നെഗറ്റീവും, പോളിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുന്നതെല്ലാം പോളിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുന്നതെല്ലാം പോസിറ്റീവും. ഇനി ഇതാ വേറൊന്ന്, ഈ XX' എന്ന് പറയുന്നതുണ്ട്. ഈ XX' എന്ന് പറയുന്നത് നമ്മൾ ഈ കേസിൽ നമുക്കിവിടെ എന്തായിരുന്നു? പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഇങ്ങനെ ഈ വരയ്ക്കുന്ന ഈ ഇത് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസ് എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലോട്ടുള്ളതെല്ലാം പോസിറ്റീവും, പ്രിൻസിപ്പൽ ആക്സിസിന് താഴോട്ടുള്ളതെല്ലാം നെഗറ്റീവുമാണ്. അപ്പോൾ ഇനി ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് അടുത്ത സെക്ഷനിൽ പറയുന്നുണ്ട്. അതായത് നമുക്ക് ഒരു ഒറിജിനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുന്നതും റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്നതും നമ്മുടെ ഇമേജ് ഫോക്കൽ ലെങ്ത്ത് UV, അതായത് പോളിൽ നിന്ന് പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരവും പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരവും ഫോക്കസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും എടുക്കുന്നത്. എന്നാൽ ടോപ്പിൽ നിന്ന് ടോപ്പിലേക്കും ബോട്ടത്തിലേക്കും എടുക്കുന്നത്, അതായത് പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ ടോപ്പിലേക്കും പ്രിൻസിപ്പൽ ആക്സിസിന് താഴേക്കും എടുക്കുന്നത് ആ ഒബ്ജക്റ്റിൻ്റെയോ ഇമേജിൻ്റെയോ ഹൈറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണ്? ഇനി നമുക്കതൊന്ന് ഇതിലൂടെ എങ്ങനെയായിരിക്കും ഉണ്ടാകാൻ നോക്കാം. ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്റ്റ് ഫ്രം ദ മിറർ എന്നത് പോളിൽ നിന്ന്. അങ്ങനെയാകുമ്പോൾ അതെന്തായിരിക്കും? ഈ ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ഫ്രം ദ മിറർ? എന്താണ് ഒബ്ജക്റ്റിലേക്ക്? എന്താണ് പോളിലേക്കുള്ളത്? ഈ സൈഡിൽ നിന്ന് പോളിൽ നിന്ന് ഇങ്ങോട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് നെഗറ്റീവാണ്. ഇനി
ഇമേജ് ആണെങ്കിലോ ഇതേപോലെ തന്നെ ഇങ്ങോട്ടേയല്ല എടുക്കുന്നത്, അതുകൊണ്ട് നെഗറ്റീവാണ് ലെഫ്റ്റ് സൈഡിൽ. ഇനി ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റോ, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റാണ്. ഒബ്ജക്റ്റ് എവിടെ കിടക്കുന്നു? ഇവിടെ കിടക്കുന്നു. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എന്താണ്? പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലോട്ടാണല്ലോ, അതുകൊണ്ട് അത് പോസിറ്റീവ്. ഇമേജ് ഇൻവേർട്ടഡ് ആണ് അല്ലേ, അത് തല താഴോട്ട്, പ്രിൻസിപ്പൽ ആക്സിസിന് താഴോട്ടാണ് കിടക്കുന്നത്, അതുകൊണ്ട് അത് നെഗറ്റീവുമാണ്. ഇനി നമ്മൾ കുറച്ച് ന്യൂമറിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഈ ചിത്രം ഓർത്ത് വെക്കാം. ഈ ചിത്രത്തിൽ ഒബ്ജക്റ്റും പോളും തമ്മിലുണ്ടാകുന്ന അകലം 60 സെൻറ്റിമീറ്റർ. പോള് നമ്മൾ എപ്പോഴും പോളെന്നാണ് എവിടേക്ക് എടുക്കേണ്ടതെന്ന് എപ്പോഴും ഓർമ്മിച്ച് നോക്കണം. അവിടെ അങ്ങനെ തന്നെ പഠിക്കണം. പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം 60 സെൻറ്റിമീറ്റർ. പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരം 15 സെൻറ്റിമീറ്റർ. അല്ല, പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം 15 സെൻറ്റിമീറ്റർ. പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരം 20 സെൻറ്റിമീറ്റർ. പോളിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള ദൂരം, അതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലായിരുന്നു, അതും കൂടി പറയാം. സെൻറ്ററിൽ നിന്ന് അതിൻ്റെ ലോക്കസ് പോയിന്റിലേക്കുള്ള സർക്കുലർ ഇതിലേക്കുള്ള ദൂരത്തെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയാറുണ്ടല്ലോ. അതേ പ്രോസസ്സ് തന്നെ ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ ക്യാപിറ്റൽ ആർ എന്നാണ് സിമ്പിൾ. നമ്മൾ നോക്കാം. ദ ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് ഫ്രം ദ മിറർ, യു എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? എങ്ങോട്ടേക്കാണ് എടുക്കുന്നത്? ഇങ്ങോട്ട്. അപ്പം നെഗറ്റീവാണ്, അപ്പം -60 എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഒബ്ജക്റ്റ് ഇമേജ് എന്താണ്? ഇമേജും എങ്ങോട്ടാണ്? 20 സെൻറ്റിമീറ്റർ ആണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതും എങ്ങോട്ടാണ് എടുക്കുന്നത്? നെഗറ്റീവ്, ഇങ്ങോട്ടേ സൈഡിലേക്കല്ലേ. ഓക്കെ, -20 സെൻറ്റിമീറ്റർ, സോറിയേ. ഓക്കെ, ഇനി അടുത്ത് ഫോക്കൽ ലെങ്ത് എഫ് എന്ന് പറയുന്നത് എന്താണ് നോക്കാം. ഫോക്കൽ ലെങ്ത് എഫ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. അതും എങ്ങോട്ടാണ്? ലെഫ്റ്റ് സൈഡിലേക്കാണ്, അതുകൊണ്ട് -15 സെൻറ്റിമീറ്റർ. ഇനി റേഡിയസ് ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ ആണെന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് സെൻറ്റർ, നമ്മുടെ പോളും സെൻറ്ററും തമ്മിലുണ്ടാകുന്ന ദൂരം. ഓക്കെ, പോളും സെൻറ്ററും തമ്മിലുണ്ടാകുന്ന ദൂരമാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയില്ലേ, അത് നമ്മളുടെ ദൂരമാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. നമ്മൾ പറഞ്ഞു തന്നു. അത് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 30 സെൻറ്റിമീറ്റർ. അതായത് അതും ലെഫ്റ്റ് സൈഡിലേക്കല്ലേ നമ്മൾ ദൂരം എടുക്കുന്നത് അല്ലേ, അതും എങ്ങോട്ടാണ്? നെഗറ്റീവ് സൈഡ്, ലെഫ്റ്റ് സൈഡിലേക്കല്ലേ, അതുകൊണ്ട് അതും -30 ആയി, 30 സെൻറ്റിമീറ്റർ. ഇത് നോക്കാം. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഒ ബി, നേരത്തെ പറഞ്ഞ അതേ കാര്യം. ഒ ബി എത്രയാണ്? ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എത്രയാണ്? മുകളിലോട്ടാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിവിടെ മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം, ഒബ്ജക്റ്റിൻ്റെ ദൂരം 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പം മുകൾ ടോപ്പിലേക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് ടോപ്പിലേക്കായതുകൊണ്ട് തന്നെ അത് പോസിറ്റീവാണ്. അപ്പോൾ +12 സെൻറ്റിമീറ്റർ. ഇനി ഇമേജിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഇത് ഇമേജ് ഇൻവേർട്ടഡ് ഇമേജ് ആണല്ലോ, താഴോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് -4 സെൻറ്റിമീറ്റർ, -4 സെൻറ്റിമീറ്റർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാ ക്ലിയർ ആയിട്ട് 94 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എടുക്കുന്നത്. ന്യൂ കാർട്ടീഷ്യൻ സിസ്റ്റം എന്താണ്, പോസിറ്റീവ് എങ്ങോട്ടാണ്, നെഗറ്റീവ് എങ്ങോട്ടാണ്, അതിൻ്റെ കാര്യങ്ങൾ, ഹൈറ്റ് എടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സൈൻ എങ്ങനെ എടുക്കേണ്ടതെന്നാണ് പഠിക്കേണ്ടത്. ഇത് ക്ലിയർ ആയിട്ട് പഠിക്കണം. ഇത് കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സെയിം ആസ് ഇൻ ദ കേസ് ഓഫ് നമ്പർ സിസ്റ്റം. നമ്പർ സിസ്റ്റത്തിൽ എങ്ങനെയാണോ ഉള്ളത് അതിൽ ഒറിജിനാണ്, ഇവിടെ പോളാണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.